വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ലെമൺ റൈസും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോട്ടീൻ സലാഡുമാണ്. കുട്ടികൾക്ക് നമുക്കിത് ടിഫിൻ ബോക്സായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പീസാണ്. വളരെ പെട്ടെന്ന് ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ. വെയിറ്റ് ലോസിനൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു സലാഡാണ്. ഇത് മാത്രം മതി നമുക്ക് ഡിന്നറായിട്ട് കഴിക്കാൻ വേണ്ടി. മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ ഇതുപോലൊരു പ്രോട്ടീൻ സലാഡ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനത്തെ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ കോക്കനട്ട് ഓയിൽ മാക്സിമം ഒഴിവാക്കുക കേട്ടോ. ഇനി 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 1 ടീസ്പൂൺ തന്നെ ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വളരെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരണം. അതിന് മുമ്പായിട്ട് തന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പീനട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പീനട്ട് ഈ ഒരു ലെമൺ റൈസിന് നിർബന്ധമാണ്. ഈ ഒരു പീനട്ട് ഇടാതെയും ചിലവർ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പെർഫെക്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് പീനട്ട് ഇട്ടിട്ടാണ്. നമ്മൾ കഴിക്കുമ്പോൾ പീനട്ടൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ റൈസിന് വരുന്നത്. പിന്നെ പച്ചമുളകും വറ്റൽമുളകെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മഞ്ഞൾ പൊടി. അത് നമ്മൾ ലെമൺ റൈസ് ഒരു യെല്ലോ കളറാണ്. അപ്പോൾ നമ്മൾ ഈ മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 80% വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ റൈസ് വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ മെയിനായിട്ട് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. അപ്പോൾ ഞാനിവിടെ 2 ചെറുനാരങ്ങേൻ്റെ നീര് തന്നെ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചെറുനാരങ്ങ കേട്ടോ, അതുകൊണ്ട് 2 എടുത്തിട്ടുള്ളത്. നമ്മൾ ലെമൺ റൈസ് എന്ന് പറയുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെ ഒരു ലെമണിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കഴിക്കുമ്പോൾ ലെമണിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുനാരങ്ങ വെച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. നല്ല ചൂടോടെ കഴിക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ നമുക്ക് റായ്ത്ത വേണമെങ്കിൽ കഴിക്കാം. ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ സലാഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ കടലയൊക്കെ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കടലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യുക്കുംബർ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കൻ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കോണുള്ളതുകൊണ്ട് ഞാൻ കോണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സലാഡ് റെഡി ആയിട്ടുണ്ട്. വെയിറ്റ് ലോസിനൊക്കെ സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷാണിത്. നമുക്ക് ഡിന്നറിന് ഇത് മാത്രം മതി കഴിക്കാൻ. വയറ് നന്നായിട്ട് ഫുള്ളായിരിക്കും ഇത് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരുപാട് വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സ്നാക്സ് ആയാലും പുഡിംഗ് ആയാലും എല്ലാ റെസിപ്പീസും നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ബൈ.